മന്യാറ ലേക്ക് നാഷണൽ പാർക്കിലാണ് ഞാനിപ്പോൾ. ഒരു സഫാരി ജീപ്പിൽ നിന്നുകൊണ്ട് മന്യാറ തടാകത്തിന്റെ ഭാഗമായ ചെറു ജലാശയങ്ങൾ കാണുന്നു. ജലാശയ തീരങ്ങളിൽ ആയിരക്കണക്കിന് പക്ഷികളെ കാണാം. സാധാരണ പക്ഷികളല്ല, പെലിക്കൻ കൂട്ടങ്ങൾ. അവ പറന്നുയരുകയും തടാകതീരത്ത് വന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട്. പെലിക്കനുകളിലെ വലിപ്പം കൂടിയ ഇനമായ ഗ്രേറ്റ് വൈറ്റ് പെലിക്കനാണ് ഇത്. ഇത്തരം പെലിക്കനുകളുടെ ആഫ്രിക്കയിലെ തന്നെ വലിയൊരു ആവാസ മേഖലയാണ് ലേക്ക് മന്യാറ നാഷണൽ പാർക്ക്. വലിയ ജലാശയങ്ങളുടെ സമീപത്തും ചതുപ്പുകളിലും വസിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഗ്രേറ്റ് വൈറ്റ് പെലിക്കനുകൾ. മത്സ്യവും ചെറു ജലജീവികളുമാണ് അവയുടെ പ്രധാന ആഹാരം. എന്റെ ഡ്രൈവർ റെമി വാഹനം കുറച്ചുകൂടി മുൻപോട്ടെടുത്തു. വേറെ ചില കാഴ്ചകളുണ്ടിവിടെ. ഇപ്പോൾ ആ കാഴ്ച എനിക്കും കാണാം. കുറേയേറെ ഹിപ്പോപ്പൊട്ടാമസുകൾ. ഹിപ്പോപൂൾ എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. ശുദ്ധജലമുള്ള തടാകഭാഗത്തു നിന്നും പലരും വെയിലത്തേക്ക് കയറി നിൽക്കുകയാണ്. ധാരാളം ഹിപ്പോകളും മന്യാറയിലുണ്ട്. മന്യാറ ഒരു ഉപ്പു തടാകമാണെങ്കിലും അതിലേക്ക് നദികൾ വന്നു ചേരുന്ന ഇത്തരം ഭാഗത്തെല്ലാം ശുദ്ധജലമാണുള്ളത്. അതുകൊണ്ടാണ് വലിയ പുല്ലും മറ്റു സസ്യജാലങ്ങളും വളർന്ന് ഇത് പച്ചപ്പിന്റെ ഒരു തുരുത്തായി നിലകൊള്ളുന്നത്. ഒരു ഭാഗത്ത് വിൽഡ് ബീസ്റ്റുകൾ, കാട്ടുപോത്തുകളുടെ വലിയൊരു സംഘം നിരയൊത്തു നീങ്ങുന്നു. ചതുപ്പിനപ്പുറത്താകയാൽ അവയുടെ അടുത്തേക്ക് പോകാനാവുന്നില്ല. ഇപ്പുറം വൈറ്റ് പെലിക്കനുകൾ സൃഷ്ടിക്കുന്ന ധവളിമ. പെലിക്കൻ മാത്രമല്ല, മറ്റു പലതരം പക്ഷികളും തടാകത്തിലും കരയിലുമായുണ്ട്. ബൈനോക്കുലറിലൂടെ നോക്കിയാൽ ആയിരക്കണക്കിന് പക്ഷിമൃഗാദികളെ ഈ പരിസരത്ത് കാണാം. ഈ പറക്കുന്നതെല്ലാം പെലിക്കനുകളാണ്. വരിയൊപ്പിച്ച് അവയങ്ങനെ നീങ്ങുന്നത് രസകരമായ ഒരു കാഴ്ചയാവുന്നു. ഗ്രേറ്റ് വൈറ്റ് പെലിക്കനുകൾ ദേശാടന പക്ഷികളുടെ ഗണത്തിൽ വരുന്നവയാണെങ്കിലും മന്യാറ നാഷണൽ പാർക്കിൽ വർഷം മുഴുവൻ ഇവയെ കാണാം എന്നതാണ് പ്രത്യേകത. ഹിപ്പോപൂളിനടുത്തുനിന്നും ഞങ്ങൾ മടങ്ങുകയാണ്. ഒട്ടേറെ സഫാരി വണ്ടികൾ എല്ലാ ദിവസവും ഈ നാഷണൽ പാർക്കിലെത്തുന്നുണ്ട്. 18 ലക്ഷം സന്ദർശകർ ഓരോ വർഷവും മന്യാറ ലേക്ക് നാഷണൽ പാർക്കിലെത്തുന്നുവെന്നാണ് കണക്ക്. തടാകത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് വേറെ ചില കാഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് റെമി. ഒരേ സമയം ഡ്രൈവറും ടൂർ ഗൈഡുമാണ് റെമി. അദ്ദേഹത്തെ പോലുള്ളവർക്ക് ഈ വനത്തിലെ എല്ലാ വഴികളും സുപരിചിതമാണ്. ഏതു സമയത്ത് ഏതു ഭാഗത്ത് ഏതുതരം മൃഗങ്ങളെ കാണാനാവുമെന്നെല്ലാം ഇവർക്കറിയാം. വർഷങ്ങളായി ഇതേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെന്നതാണ് ഒരു കാര്യം. കൂടാതെ വാഹനത്തിലുള്ള വയർലെസ് സെറ്റിലൂടെ ഡ്രൈവർമാർ പരസ്പരം ആശയവിനിമയം നടത്തുന്നുമുണ്ട്. ആനക്കൂട്ടമുള്ള സ്ഥലം എവിടെയാണ്, കാട്ടുപോത്തുകൾ ഇറങ്ങിയിരിക്കുന്നത് എവിടെയാണ് തുടങ്ങിയ സന്ദേശങ്ങളാണ് അവർ കൈമാറുന്നത്. വണ്ടിയിലെ വയർലെസ് സെറ്റിലൂടെ എപ്പോഴും അത്തരം വിവരങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. വലിയ മൈതാനങ്ങൾ. ആഫ്രിക്കൻ കാട് എന്നാൽ വെളിമ്പറമ്പുകളും മൈതാനങ്ങളുമെല്ലാം ചേർന്നതു തന്നെയാണ്. കൂടുതൽ വാഹനങ്ങളിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാട്ടുപോത്തുകളുടെ വലിയൊരു സംഘത്തിന്റെ കാഴ്ചയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂറ്റൻ കാട്ടുപോത്തുകൾ. നൂറുകണക്കിന് അംഗങ്ങളുള്ള സംഘങ്ങളായാണ് അവ മന്യാറ തടാകക്കരയിലെ വനങ്ങളിൽ കഴിയുന്നത്. കെനിയയിലും ഉഗാണ്ടയിലുമെല്ലാമുള്ള ആഫ്രിക്കൻ ബഫലോ തന്നെയാണിത്. വളരെ അകലെയാണ് കാട്ടുപോത്തിൻ കൂട്ടം. അവിടേക്ക് വാഹനങ്ങൾ ഓടിച്ചു പോകാൻ അനുവാദമില്ല. ഇവിടുത്തെ ടൂർ ഗൈഡുമാരും ഡ്രൈവർമാരും നിയമങ്ങൾ കർശനമായി പാലിക്കുന്നു എന്നതാണ് പ്രത്യേകത. സന്ദർശകരുടെ താൽപര്യാർത്ഥം നിയമങ്ങൾ തെറ്റിക്കുന്നതാണല്ലോ നമ്മുടെ നാട്ടിൽ ഇത്തരം പൊതു സന്ദർശന കേന്ദ്രങ്ങളിലെ കാഴ്ച. ഇത്തരം വാഹനങ്ങളിലെല്ലാം ഡ്രൈവറും ഗൈഡും ഒരേ ആളായിരിക്കും. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. കൂടാതെ നല്ല പരിശീലനവും ലഭിക്കുന്നുണ്ട്. എത്ര വിശാലമായ മൈതാനമാണിതെന്ന് കാണുക. ആഫ്രിക്കയിലെ മൈതാനക്കാട് എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. വൃക്ഷങ്ങളില്ല, കുറ്റിച്ചെടികൾ പോലുമില്ല, പുൽമൈതാനങ്ങൾ. നട്ടുച്ച നേരമായതിനാലാണ് മൈതാനത്തൊന്നും അധികം മൃഗങ്ങളെ കാണാത്തത്. അതിരാവിലെയും വൈകുന്നേരവുമാണ് മൃഗങ്ങൾ പുൽമേടുകളിൽ മേയാനെത്തുക. വാഹനത്തിന്റെ പിന്നിൽ എണീറ്റ് നിന്നാണ് എന്റെ ഷൂട്ടിംഗ്.
ഈ വണ്ടിയിൽ യാത്രക്കാരനായി ഞാൻ മാത്രമേയുള്ളൂ എന്നതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നും ഷൂട്ട് ചെയ്യാം. 1960 നിലവിൽ വന്നതാണ് ലേക്ക് മന്യാറ നാഷണൽ പാർക്ക്. ഇന്നത്തെ ടാൻസാനിയയുടെ പ്രധാന ഭാഗമായിരുന്ന ടാങ്കനിക്ക ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന്റെ 1 വർഷം മുൻപായിരുന്നു ഈ നാഷണൽ പാർക്കിന്റെ രൂപീകരണം. ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളിലെന്ന പോലെ മൃഗങ്ങളെ യഥേഷ്ടം കൊന്നൊടുക്കിയിരുന്ന ഒരു കാലം ടാൻസാനിയയ്ക്കുമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം തങ്ങളുടെ ഭൂഭാഗത്തെ വനങ്ങളും വന്യജീവി സമ്പത്തും സംരക്ഷിക്കാൻ ഇന്നാട്ടുകാർ കർശന നടപടികൾ എടുത്തുവെങ്കിലും ആദ്യകാലത്ത് അതൊന്നും ഫലപ്രദമായിരുന്നില്ല. ടാൻസാനിയ നാഷണൽ പാർക്സ് അതോറിറ്റിയുടെ കീഴിൽ ഇപ്പോൾ 17 നാഷണൽ പാർക്കുകളുണ്ട്. ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം ഇത്തരം നാഷണൽ പാർക്കുകളുടെ സംരക്ഷണത്തിന് വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നു. മൈതാനക്കാടുകളും ട്രോപ്പിക്കൽ വനവും ഒരേ സമയം കാണാം എന്നതാണ് ലേക്ക് മന്യാറ നാഷണൽ പാർക്കിന്റെ ഏറ്റവും വലിയ സവിശേഷത. മഴക്കാലത്തും തുടർന്ന് വേനലിൽ തടാകത്തിന്റെ വിസ്തൃതി കുറയുന്നതുവരെയും ഫ്ലെമിംഗോ ഉൾപ്പെടെയുള്ള ധാരാളം പക്ഷികൾ ഇവിടെയുണ്ടാവും. ഇവിടെ ഇങ്ങനെയൊരു സംഘമുണ്ട്. ബബൂണുകളാണ്, വലിയ ദേഹമുള്ള കുരങ്ങുകൾ. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ബബൂൺ സംഘങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് ലേക്ക് മന്യാറ നാഷണൽ പാർക്കിലാണ്. പുല്ലും ഇലയും മത്സ്യവും മാംസവുമെല്ലാം ആഹാരമാക്കുന്നവരാണ് ബബൂണുകൾ. ഇളം പുൽനാമ്പുകളാണ് ഇപ്പോൾ ഇവർ അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഒലിവ് ബബൂണുകളാണിത്. ബ്ലൂ മങ്കി എന്നറിയപ്പെടുന്ന വിശേഷ ഇനം കുരങ്ങാണ് ഈ മരത്തിലൂടെ ചാടി നടക്കുന്നത്. ഹരിതവനങ്ങളിലും മുളങ്കാടുകളിലും വസിക്കുന്ന ബ്ലൂ മങ്കിയെ ആഫ്രിക്കയിൽ ടാൻസാനിയ പോലുള്ള ഏതാനും രാജ്യങ്ങളിലെ കണ്ടുവരുന്നുള്ളൂ. അവരെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. നേരം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. അതിരാവിലെ അരൂഷയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണിത്. 130 കിലോമീറ്റർ ദൂരമുണ്ട് അരൂഷയിൽ നിന്ന് മന്യാറയിലേക്ക്. അതിനിടെ ഒരു മസായി ഗ്രാമവും മറ്റും സന്ദർശിച്ചു കഴിഞ്ഞു. എനിക്കും റെമിക്കും വിശപ്പ് തുടങ്ങിയിരിക്കുന്നു. ഉച്ചഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് റെമിയുടെ ടൂർ കമ്പനി കൊടുത്തയച്ചതാണ്. 330 ചതുരശ്ര കിലോമീറ്ററാണ് മന്യാറ നാഷണൽ പാർക്കിന്റെ ആകെ വിസ്തൃതി. അതിൽ 200 ചതുരശ്ര കിലോമീറ്ററിലധികവും മഴക്കാലത്ത് മന്യാറ തടാകത്തിന്റെ ഭാഗമായി മാറും. മരുഭൂമി പോലുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ജലസാന്നിധ്യമുണ്ട്. യഥാർത്ഥമായ മന്യാറ തടാകത്തിന്റെ തീരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഉപ്പുവെള്ളമാണ് ഇതിലുള്ളതെന്ന് കാഴ്ചയിൽ തന്നെ വ്യക്തം. കടൽ പോലെ പരന്ന് മറുകര കാണാനാവാത്ത വിധം കിടക്കുന്ന തടാകം. പെലിക്കനുകളും കൊക്കുകളുമുണ്ട് അതിൽ. തടാകത്തിന്റെ വക്കിൽ വരെ വാഹനത്തിൽ പോയി വരാം. തടാകത്തിന്റെ ഒരു ഭാഗത്ത് പച്ചപ്പ് കാണുന്നുണ്ട്. വനത്തിലെ നദികളിലൂടെ ശുദ്ധജലം വന്നു ചേരുന്ന ഒരു ഉപ്പു തടാകമാണിത്. ശുദ്ധജലം ഒഴുകിവരുന്ന ഭാഗത്ത് ചെടികൾ വളരുന്നുണ്ട്. തടാകത്തിന്റെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത്. വെള്ളം പിൻവാങ്ങിയ കുറേ ഭാഗം ഉറച്ചും മറ്റു കുറേ ഭാഗം ചെളി നിറഞ്ഞും കാണപ്പെടുന്നു. ഇത് റെഡ് ബക്ക് എന്നറിയപ്പെടുന്ന ഒരു തരം മാനാണ്. കാട്ടുപോത്തിനു സമീപം അവൻ പുല്ലു തിന്നുകൊണ്ട് നിൽക്കുന്നു. ആഫ്രിക്കയിലെ മഴക്കാടുകളിലും കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തും വ്യാപകമായി കണ്ടുവരുന്ന ബുഷ്ബക്കിന്റെ ഒരു വകഭേദമാണിത്. ഇംബാല, ഡിക് ഡിക്, തോമസൺ ഗസല്ലെ തുടങ്ങി നിരവധി ഇനം മാനുകളുണ്ട് ഈ നാഷണൽ പാർക്കിൽ. ഞങ്ങൾ വാഹനത്തിൽ തടാകതീരത്ത് ഒന്ന് വട്ടം ചുറ്റുകയാണ്. മന്യാറ തടാകത്തിന്റെ ഒരു ഭാഗത്തെ ചതുപ്പുകളാണിത്. ശുദ്ധജലമുള്ള ഭാഗത്താണ് തടാകത്തിലും തീരഭാഗത്തും ചെടികൾ കാണുന്നത്. അതിവിസ്തൃതമാണ് തടാകമെങ്കിലും ഇതിന് ആഴം വളരെ കുറവാണ്. നിരവധി ഇനം പക്ഷികളുണ്ട് തടാക പരിസരത്ത്. പക്ഷി നിരീക്ഷണം മാത്രം ലക്ഷ്യമിട്ടെത്തിയാൽ ഒരു ദിവസം 100-ലധികം സ്പീഷീസിലുള്ള പക്ഷികളെ ഇവിടെ കണ്ടെത്താമെന്നാണ് നാഷണൽ പാർക്ക് അധികൃതർ തന്നെ പറയുന്നത്. വെള്ളമിറങ്ങിപ്പോയ കുറേ ഭാഗം ചെളിയുണങ്ങി വിണ്ടുകിടക്കുന്നു. ഇതെല്ലാം കാട്ടുമൃഗങ്ങളെത്തുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. തീരത്താകട്ടെ ഇങ്ങനെ അതിവിശാലമായ ഒരു മൈതാനമുണ്ട്. പണ്ട് ജലം നിറഞ്ഞുകിടന്നിരുന്ന ഒരു പ്രദേശം തന്നെയായിരിക്കാം ഇത്.
തീരത്തോട് ചേർന്ന് കുറച്ചുകൂടി യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറ്റിക്കാടുകളുള്ള ഒരു ഭാഗത്തേക്കെത്തുന്നു. അത് പിന്നിട്ട് വീണ്ടും യാത്ര തുടരുമ്പോഴാണ് നിബിഡവനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടത്തേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും ഇനിയൊരു കുന്നു കയറുകയാണ്. 2 ഇമ്പാലകൾ ശരവേഗത്തിൽ പാഞ്ഞു പോകുന്നു. ഇങ്ങനെ പലതരം മൃഗങ്ങൾ അപ്രതീക്ഷിതമായാവും മുന്നിൽ വന്നു ചാടുക. നാഷണൽ പാർക്കിലൂടെ വാഹനങ്ങൾ പരമാവധി 20 കിലോമീറ്റർ സ്പീഡിലെ പോകാവൂ എന്ന നിയമം തന്നെയുണ്ട്. മൃഗങ്ങൾ ഈ വഴിയിലൊക്കെ ഉണ്ടാവുമെന്നതാണ് കാരണം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. ഒരു ഭാഗത്തേക്കെത്തുമ്പോൾ കുറെ സഫാരി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. ഇതൊരു പിക്നിക് പോയിന്റാണ്. ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന ഇടം. പാർക്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കർശനമായ നിയമങ്ങളാണിവിടെ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുമ്പോഴും നാഷണൽ പാർക്കിന്റെ പ്രകൃതിക്ക് പരിക്കേൽക്കാത്ത വിധം പാലിക്കാൻ ഇവർക്കാവുന്നുണ്ട്. വണ്ടിയുടെ പിറകിലെ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളമുണ്ടെന്നും അതെടുത്തുകൊള്ളാനും റെമി പറഞ്ഞു. ഞാൻ അതെടുത്ത് ഇറങ്ങിയപ്പോഴേക്കും റെമി ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണവും എടുത്തു വന്നു. 40ഓളം സഫാരി വാഹനങ്ങൾ കിടപ്പുണ്ടിവിടെ. അതിലെല്ലാം വന്ന ആളുകൾ ഈ പരിസരത്തെവിടെയോ ഉണ്ട്. കുറച്ചുകൂടി നടക്കുമ്പോൾ ആ ആളുകളെ കാണാം. കാട്ടിലൊരിടത്ത് കുറെ ഇരുമ്പ് ബെഞ്ചുകളും മേശകളും നിരത്തിയിട്ടിരിക്കുന്നു. ഇതാണ് പിക്നിക് സ്പോട്ട്. 200ഓളം ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാം. നല്ല രസകരമായ മരച്ചുവട്, മന്യാറ തടാകത്തിൽ നിന്നും എത്തുന്ന ഇളം കാറ്റ്. സുന്ദരമായൊരു അനുഭവമാണ് ഈ പിക്നിക് പോയിന്റ് നൽകുന്നത്. പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന ഭക്ഷണമാണ് എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. എന്നാൽ ഒരു ചെറിയ കടലാസ് കഷ്ണം പോലും നിലത്തെങ്ങും ചിതറിക്കിടക്കുന്നത് കാണില്ല. ഭക്ഷണം കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കൂടും പാക്കറ്റുമെല്ലാം തിരികെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിരിക്കണമെന്നാണ് നിയമം. ഒരാളും മാലിന്യങ്ങൾ ചിതറിയിടുന്നില്ല. റെമി ഭക്ഷണപ്പൊതി തുറക്കുകയാണ്. ഇതിൽ എന്താണുള്ളതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. അലൂമിനിയം ഫോയിലിനകത്ത് ഒരു ബർഗർ, ഒരു സാൻഡ്വിച്ച്, ജ്യൂസ്, ആപ്പിൾ, ചോക്ലേറ്റ് എന്നിവയെല്ലാം ഉണ്ട്. ദീർഘമായ വനയാത്രയിലെ ഉച്ചഭക്ഷണം ഇങ്ങനെയുമാവാം. വിശാല വനഭംഗി ആസ്വദിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഒരു മരത്തിന്റെ ഉണക്കക്കൊമ്പിൽ ഒരു മരം കൊത്തി കൂടൊരുക്കുന്നു. എവിടെ നോക്കിയാലും സവിശേഷ ജീവജാലങ്ങളുടെ കാഴ്ചയാണ്. അങ്ങകലെ മന്യാറ തടാകം. അതിന്റെ തീരത്തു നിന്നുമാണ് ഞങ്ങൾ ഈ കുന്നിൻ മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ചെറിയൊരു കുന്ന്. ചിലർ ഭക്ഷണശേഷം പക്ഷികളുടെ ദൃശ്യങ്ങൾ പകർത്തി മടങ്ങുന്നു. സായിപ്പുമാരാണ് ഈ നാഷണൽ പാർക്കിലെത്തുന്ന സന്ദർശകരിൽ അധികവും. അവരുടെ ചിട്ടയും മര്യാദയും ഇവിടം വൃത്തിയോടെ നിലനിൽക്കുന്നതിന് ഒരു കാരണമാണ്. ഭക്ഷണശകലമോ പ്ലാസ്റ്റിക്കോ ഒന്നും ആരും ഈ പരിസരത്തൊന്നും നിക്ഷേപിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഇത്തരമൊരു സ്ഥലത്ത് എന്തെല്ലാം വസ്തുക്കളാവും ചിതറിക്കിടക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മിനറൽ വാട്ടറിന്റെയും ബിയറിന്റെയും കുപ്പികൾ മുതൽ പ്ലാസ്റ്റിക് കൂടും കടലാസും ഐസ്ക്രീം കപ്പുകളും വരെ കുന്നുകൂടി കിടന്നേനെ. ഇവർ നാഷണൽ പാർക്കുകളും വനവുമെല്ലാം സംരക്ഷിക്കുന്ന രീതികൾ നമുക്ക് അനുകരിക്കാവുന്നതാണെന്ന ചിന്തയോടെയാണ് പിക്നിക് ഏരിയയിൽ നിന്നും ഞാൻ തിരികെ നടക്കുന്നത്. റെമി സീറ്റിലേക്ക് കയറി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. കുറെ കാഴ്ചകൾ കൂടി ഇനിയും എനിക്കിവിടെ നിന്നും പകർത്താനുണ്ട്. അതിനാൽ വിശ്രമിക്കാൻ നേരമില്ല. സായിപ്പുമാർ അരമണിക്കൂറെങ്കിലും പിക്നിക് പോയിന്റിൽ വിശ്രമിച്ചിട്ടാണ് യാത്ര തുടരുക. മുന്നിൽ മന്യാറ തടാകം കാണാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൗമപാളികൾക്ക് സംഭവിച്ച ഭ്രംശത്തെ തുടർന്ന് രൂപം കൊണ്ടതാണ് മന്യാറ തടാകം. മസായി ഭാഷയിലെ ഇമന്യാറ എന്ന വാക്കിൽ നിന്നുമാണ് തടാകത്തിന് മന്യാറ എന്ന പേരു ലഭിച്ചത്. സവിശേഷമായൊരു സസ്യമാണ് ഇമന്യാറ.
തടാകത്തിന്റെ സാന്നിധ്യമാണ് ലേക്ക് മന്യാറ നാഷണൽ പാർക്കിലെ പക്ഷി മൃഗബാഹുല്യത്തിന് ഒരു കാരണം. 400ഓളം സ്പീഷീസിലുള്ള പക്ഷികളും ആഫ്രിക്കയിൽ തന്നെ അധികം പ്രദേശങ്ങളിൽ കാണാത്ത മസായി സിംഹവും ഉൾപ്പെടെ വൈവിധ്യമാർന്ന മൃഗങ്ങളും ഇവിടെയുണ്ട്. ഒരു കാലത്ത് മൃഗവേട്ടക്കാരുടെ സ്ഥിരം താവളമായിരുന്നു മന്യാറ തടാകതീരം. ഒരിടത്ത് ഒരു സഫാരി വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. ഇതാണ് കാര്യം. ഒരു ഒറ്റയാൻ. ആഫ്രിക്കൻ ആനയുടെ ചെവിയാണ് ഏറ്റവും ശ്രദ്ധേയം. വളരെ വീതിയാർന്ന ചെവികൾ. മന്യാറ നാഷണൽ പാർക്കിലൂടെ കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഈ കാഴ്ചയൊന്നും വലിയ അത്ഭുതമല്ലാതായി മാറിയിരിക്കുന്നു. 12 വയസ്സ് കഴിയുമ്പോഴാണ് ആഫ്രിക്കൻ ആനകളിലെ ആണുങ്ങൾ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് ഇങ്ങനെ ഒറ്റയാന്മാരായി അലഞ്ഞു നടക്കാൻ തുടങ്ങുന്നത്. ഏഷ്യൻ ആനകളിലെന്ന പോലെ ഇവിടെയും ഒറ്റയാന്മാർ അപകടകാരികളാണ്. മരക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള മൺപാതയിലൂടെ വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. തദ്ദേശീയർ അക്കേഷ്യ എന്ന് വിളിക്കുന്ന മുൾമരങ്ങളാണ് പാതയുടെ ഇരുഭാഗത്തും പീലി വിടർത്തി നിൽക്കുന്നത്. പ്രത്യേക ഭംഗിയുള്ള വൃക്ഷങ്ങൾ. അതിന്റെ നിഴൽ വഴിയിൽ വീണുകിടക്കുന്നത് കാണാൻ പോലും ഒരു ചേലുണ്ട്. സസ്യവൈവിധ്യത്തിന്റെ പ്രദേശം കൂടിയാണ് മന്യാറ നാഷണൽ പാർക്ക്. ആഫ്രിക്കയിലെ മറ്റു പല നാഷണൽ പാർക്കുകൾക്കും വരണ്ട അർദ്ധമരുഭൂസമാനമായ പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ മൈതാനക്കാടുകളാണ് അവിടങ്ങളിൽ കൂടുതലുമുള്ളത്. മന്യാറ തടാകത്തിന്റെയും നിരവധിയായ അരുവികളുടെയും സാന്നിധ്യമാണ് ഈ നാഷണൽ പാർക്കിനെ ഇങ്ങനെ സസ്യസമ്പുഷ്ടമാക്കുന്നത്. യാത്രയ്ക്കിടയിൽ റെമി ഒരിടത്ത് വണ്ടി നിർത്തി എന്നോട് സൂക്ഷിച്ചു നോക്കിക്കൊള്ളാൻ പറഞ്ഞു. മരക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ ചിലരുണ്ട്. ഇംബാലകളാണിത്. ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്ന കലമാൻ വർഗം. 50ഓ അതിലധികമോ അംഗങ്ങളുള്ള സംഘമായാണ് ഇംബാലകൾ കഴിയുന്നത്. കൂട്ടത്തിൽ പ്രായപൂർത്തിയായ ഒരു ആൺ ഇംബാലയെ മാത്രമേ കാണാറുള്ളൂ. പിരിയൻ കൊമ്പുമായി ഈ നടക്കുന്നതാണ് ആൺ ഇംബാല. ജലാശയങ്ങളോട് ചേർന്നുള്ള ഇത്തരം കുറ്റിക്കാടുകളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇംബാലകൾ. പലതരം മരങ്ങൾക്കിടയിൽ ഇങ്ങനെ സവിശേഷാകാരമുള്ള ഒരിനം വൃക്ഷം കാണാം. തടിച്ച തായ്തടിയും മെലിഞ്ഞ ചില്ലകളുമുള്ള മരം. ഇതാണ് ബാവോബാബ്. ആഫ്രിക്കയിലെ കൽപ്പവൃക്ഷമാണ് ബാവോബാബ്. വരണ്ട കാലാവസ്ഥയെ അതിജീവിക്കാനായി തടിക്കുള്ളിൽ വൻതോതിൽ ജലം സംഭരിച്ചു വെക്കുന്ന മരം. അതിന്റെ ഇല ആഫ്രിക്കൻ ഗോത്രവർഗക്കാർ ഭക്ഷണമായും കായ്കൾ ഔഷധമായും ഉപയോഗിക്കുന്നു. ബാവോബാബിന്റെ ഉണങ്ങിയ വിത്തുകൾ ആട്ടി എണ്ണയെടുക്കുന്നതും പതിവാണ്. ദൈവീകമായ വൃക്ഷമായാണ് പല ഗോത്രവർഗങ്ങളും ബാവോബാബിനെ കാണുന്നത്. 100,000 ലിറ്റർ വരെ ജലം സംഭരിച്ചു വെക്കാൻ ശേഷിയുണ്ട് ബാവോബാബ് വൃക്ഷത്തിന്. റെമി ഡ്രൈവിംഗ് തുടരുകയാണ്. ശ്രദ്ധയോടെ ചുറ്റും നോക്കി മൃഗങ്ങൾ എവിടെയെങ്കിലുമുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഡ്രൈവിംഗ്. വഴിയിൽ ബബൂൺ ഇനത്തിൽപ്പെട്ട ചില വാനരന്മാരെയൊക്കെ കാണുന്നുണ്ട്. വന്ന വഴികളിലൂടെയല്ല ഈ യാത്ര. എത്രയോ മൺപാതകൾ നാഷണൽ പാർക്കിലൂടെയുണ്ട്. വഴിതെറ്റാതെ കാട്ടിലൂടെ റെമി വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. അദ്ദേഹത്തിന് പക്ഷേ ഇത് നിത്യത്തൊഴിലാണല്ലോ. മരക്കൂട്ടങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിൽ എവിടെയെങ്കിലും മൃഗങ്ങളെ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഇവിടെ ഇതാ മറ്റൊരു ബബൂൺ സംഘം. സസ്യാഹാരവും മാംസാഹാരവും ഇവർക്ക് പഥ്യമാണ്. സീസൺ അനുസരിച്ച് ലഭ്യമാകുന്ന ആഹാരം കഴിച്ച് വിശപ്പടക്കുന്നവർ. മരത്തിന്റെ ചെറുക്കമ്പും തളിരിലയും പൂവും കായുമെല്ലാം ബബൂണിന് ആഹാരമാണ്. മരത്തിനു മുകളിൽ എന്തോ ഭക്ഷണം അന്വേഷിച്ചുള്ള ഒരുവന്റെ പോക്കാണിത്. ബബൂണുകളെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെ മൈതാനം പോലൊരു ഭാഗത്ത് ഞങ്ങളുടെ വണ്ടിയും റെമി കൊണ്ടുചെന്ന് നിർത്തി. ഇതും ഒരു പിക്നിക് ഏരിയയാണ്. ഒരു ബോർഡിന് മുകളിലിരിക്കുന്ന വസ്തുവാണ് എനിക്ക് കൗതുകമായത്. ഒരു കാട്ടുപോത്തിന്റെ തലയോട്ടി. ഇവിടെയുമുണ്ട് മരച്ചോട്ടിൽ ഏതാനും ഇരുമ്പ് മേശകളും കസേരകളും. ഇവിടെയിരുന്നും ഭക്ഷണം കഴിക്കാം. വൈകുന്നേരങ്ങളിൽ മന്യാറ തടാകത്തിൽ നിന്നെത്തുന്ന ഇളം കാറ്റേറ്റ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് രസകരമാവും. മന്യാറ തടാകത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. തീരത്ത് എനിക്ക് മുൻപേ എത്തിയ 2 ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുത്തു നിൽക്കുന്നു.
സുന്ദരമായ ഒരു തീരം. ടൂറിസ്റ്റുകളുടെ തിരക്കില്ല. തടാകത്തിന്റെ ഈ ഭാഗത്തെല്ലാം ഉപ്പുജലമാണ്. 3.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന ഭൂമിയുടെ പിളർപ്പ് രൂപപ്പെട്ട സമയത്തുണ്ടായ ഭൗമമാറ്റങ്ങളാണ് മന്യാറ തടാകത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. രൂപീകൃതമായ കാലത്തുനിന്നും ഉപ്പിന്റെ അംശം ഈ ജലത്തിൽ നന്നേ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കടൽ പോലെ പരന്നുകിടക്കുന്ന തടാകം. ഉച്ചവെയിലിൽ തടാകത്തിന്റെ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് അതിന്റെ തീരത്ത് ഞാൻ അങ്ങനെ നിന്നു.